ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ന്യൂ ഡ്രാമയുടെ നെക്സ്റ്റ് എപ്പിസോഡുമായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ അധികം വെയിറ്റ് ചെയ്യാണ്ട് നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം. ജിൻഷി അങ്ങനെ ഒരു ആർട്ടിക്കിളൊക്കെ റിലീസ് ചെയ്ത് ഇവൾക്ക് നെഗറ്റീവായിട്ട് വരുന്നതെല്ലാം പോസിറ്റീവായിട്ട് മാറ്റി. എന്നാലും കുറച്ച് നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ കണ്ട് വിഷമിച്ചിരിക്കുമ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് വരും. ഒരാളായിട്ട് നിന്ന് എല്ലാം നീ ഹാൻഡിൽ ചെയ്തല്ലോ, എന്തായാലും എനിക്കത് ഒരുപാട് ഇഷ്ടമായി എന്നറിയും. എന്നാലും അങ്ങനെയല്ല, ഞാൻ ഇപ്പോഴും കുറച്ച് നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരുന്നുണ്ട്. ദേ ഇതൊന്നും നോക്കിയെന്ന് പറയും. ദേ ഇങ്ങനെയുള്ള നെഗറ്റീവ് കമന്റ്സ് ഒന്നും എനിക്ക് കാണാനായിട്ട് പാടില്ല എന്നും പറഞ്ഞ് കമ്പ്യൂട്ടർ ഓഫ് ചെയ്ത് വാ നമുക്കൊന്ന് പുറത്തേക്ക് പോവാന്നും പറഞ്ഞ് ഇവര് ഫസ്റ്റ് ഒരു ഓഫീസ് ഇട്ടില്ലേ, അതിന്റെ റൂഫ് ടോപ്പിലേക്ക് ചെന്നിരിക്കും. ഗുവാനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോ നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഈ ഒരു സ്ഥലം ക്രോസ് ചെയ്ത് പോകും. അപ്പോഴൊക്കെ ഭയങ്കര സ്ട്രെയിഞ്ച് ആയിട്ട് ഫീൽ ചെയ്യും. എനിക്ക് കഴിവുണ്ട്, അതിനു വേണ്ടിയിട്ട് ഞാൻ ഹാർഡ് വർക്കും ചെയ്യുന്നുണ്ട്. ആ ടൈമിന് എനിക്ക് എന്താണോ ആവശ്യം ഉണ്ടായിരുന്നത് അതെനിക്ക് കിട്ടുന്നുണ്ടായില്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്കൊരു പവറും ഇല്ലാന്ന്. പക്ഷേ ഷിൻചൻ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം എല്ലാം മാറി. പക്ഷേ എനിക്ക് ഇന്ന് ഞാൻ ആദ്യമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത പോലെയുണ്ട്. എന്തോ ഞാൻ അച്ചീവ് ചെയ്തിട്ട് അത് കളഞ്ഞ പോലെ. വേവേന ഞാൻ ഹേർട്ടൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ അവള് വിചാരിച്ചിരിക്കുന്നത് ഞാൻ അവളെ ഹേർട്ട് ചെയ്തു എന്നല്ലേ. എനിക്കതൊന്നും അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്ന് പറയും. ജിൻഷി, നീ ആ റോട്ടിലേക്ക് നോക്കി, നീ അതിലൂടെ നടന്നു പോകുമ്പോ ഒരുപാട് പേരെ ക്രോസ് ചെയ്ത് പോരും. ഒരുപാട് കാര്യങ്ങൾ നീ അവിടെ കാണും. ചിലതൊക്കെ നീ അത് ഓർത്തു വെക്കും, ചിലതൊക്കെ നീ അവോയ്ഡ് ചെയ്യും. അവോയ്ഡ് ചെയ്യേണ്ടത് എന്തായാലും നീ അവോയ്ഡ് ചെയ്തേ പറ്റുള്ളൂ. നീ മറ്റുള്ളവരെ പറ്റി ചിന്തിച്ചിരിക്കുന്ന പോലെ നിന്നെ പറ്റി ആരും ചിന്തിച്ച് ഫീലൊന്നും ചെയ്യില്ല എന്ന് പറയും. എനിക്കറിയാം നീ ഒരുപാട് തവണ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടാകുന്നു. അപ്പോഴൊക്കെ നീ എങ്ങനെയാ ഫീൽ ചെയ്തത്? അല്ലെങ്കിൽ നീ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്ത് ഫീലിങ്സ് ഇല്ലാണ്ട് പോയോ എന്ന് ഇങ്ങനെ ചോദിക്കും. ഇതാണ് ജിൻഷി ജീവിതം എന്ന് പറയുന്നത്. എന്തെങ്കിലും നിനക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ഈ ഒരു കാര്യം നീ എപ്പോഴും ശീലമാക്കണോന്ന് പറയും. അപ്പൊ തന്നെ ജിൻഷിയും ഭയങ്കര ഇമോഷണൽ ആയിട്ട് ഞാൻ എന്റെ കവളത്ത് ഇങ്ങനെ പിടിക്കും. എന്താ കാര്യം എന്ന് ചോദിക്കും. ഇല്ല, ഒന്നുമില്ല, എനിക്ക് തൊടണമെന്ന് തോന്നി, അതുകൊണ്ടാ തൊട്ടേന്ന് പറയും. നീ ഇപ്പോ ഓക്കെ അല്ലേ? ആ, ഞാനിപ്പോ ഓക്കെയാണ്. സത്യം പറഞ്ഞാൽ ഞാനിപ്പോ ഭയങ്കര ഹാപ്പിയാന്നും പറഞ്ഞ് ഞാൻ എന്റെ ഷോൾഡറിലേക്ക് ചാഞ്ഞു കിടക്കും. അങ്ങനെ നെക്സ്റ്റ് ഡേയും ആകും. യാനെന്നെ കാണാനായിട്ട് ഈസോയു വരും. വേവേക്ക് ഇപ്പോ ജിൻഷിയുടെ വക ഒരു പണി കിട്ടിയിട്ടുണ്ടല്ലോ, അത് അവള് ചോദിച്ചു വാങ്ങിയതാണ്. അവൾക്ക് അത് വേണോന്നൊക്കെ പറഞ്ഞ് യാനിനൊരു കവർ എടുത്തു കൊടുക്കും. മിസ്റ്റർ ചെന്നും യാനിന്റെ കസിൻ യുവാനും പലതവണ മീറ്റ് ചെയ്തിട്ടുണ്ട്, അതിനുള്ള തെളിവുകളാന്ന് പറയും. ഇത് കേൾക്കുമ്പോ യാനിനും ഏകദേശം കാര്യം പിടികിട്ടും. ഇവരങ്ങനെ ഒരുമിച്ചു, അത് കാരണമായിരിക്കും സോയു മെഡിക്കൽസിന്റെ ക്യാഷും കൂട്ടി പറഞ്ഞത്. എന്തോ ഇവര് ചതി ചെയ്യുന്നുണ്ട്. ഇനി എന്തായാലും ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. ഇതിനായിട്ടുള്ള പ്ലാൻസ് ഒക്കെ റെഡിയാക്കണമെന്ന് പറഞ്ഞിരിക്കും. അതേ ടൈമിൽ ഇങ്ങനെ കാണാനായിട്ട് അവന്റെ അമ്മ ബാറിലേക്ക് വരും. ലിങ് ആണെങ്കിലും നാൻസി റിജക്ട് ചെയ്ത ശോകത്തിലാണല്ലോ. അങ്ങനെ തന്നെ അമ്മയുടെ അടുത്ത്, അമ്മ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. എന്റെ ഫ്രണ്ട് ഉണ്ടല്ലോ, അവന് ഇഷ്ടമുള്ള ഒരു പെൺകുട്ടിനെ പ്രപ്പോസ് ചെയ്തു. അവളാണെങ്കിലോ നമുക്ക് ബ്രദർ സിസ്റ്റർ റിലേഷൻഷിപ്പിൽ ഇരിക്കാന്നും പറഞ്ഞ് ഓടിപ്പോയി. ഇനി എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ചോദിക്കും. ഇത് കേൾക്കുമ്പോ തന്നെ അമ്മക്ക് ഏകദേശം കാര്യം പിടികിട്ടും. നിനക്ക് അവളെ വേണോ? അങ്ങനെയാണെങ്കിൽ ഗിവ് അപ്പ് ചെയ്യരുത്. നിന്നെ വിട്ട് അവള് ദൂരെ പോവാണ്ടിരിക്കാനായിട്ട് നീ നിന്റെ ലെവൽ തന്നെ ഇൻക്രീസ് ചെയ്യണം. നീ ഇങ്ങനെയൊന്നും ഇരുന്നാ പോരാ. ബിസിനസ് ചെയ്ത് അടുത്ത ഘട്ടത്തിലേക്ക് മുന്നേറി പോയിക്കൊണ്ടിരിക്കണോന്ന് പറയും. അമ്മ എന്തിനാണ് എന്നെ ഉപദേശിക്കുന്നത്? അത് എന്റെ കാര്യമല്ലെന്ന് പറയും. മതിയടാ മതി, നീ എവിടം വരെ പോകുന്നു എനിക്കറിയാലോ, അതുകൊണ്ട് നീ മിണ്ടണ്ടെന്ന് പറഞ്ഞ് അമ്മ നന്നായിട്ട് ലിങ്ങിനെ കളിയാക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് യുഷിയുടെയും മീച്ചന്റെയും മാരേജ് ഡേ ആണ്. അങ്ങനെ ആ മാരേജ് അറ്റൻഡ് ചെയ്യാനായിട്ട് ലില്ലി, നാൻസി, ജിൻഷി, യാൻ അങ്ങനെ എല്ലാവരും തന്നെ വന്നിട്ടുണ്ട്. യുഷി, എന്റെ കഷ്ടമായിട്ടുള്ള സിറ്റുവേഷനിലെല്ലാം എന്റെ കൂടെ നീ ഉണ്ടായിരുന്നു. നിനക്ക് വേണ്ടി ഇനി മുതൽ ഞാനും ഉണ്ടാകും. നമ്മൾ രണ്ടുപേരും കൂടി ഒന്നു ചേർന്ന് ഇപ്പൊ ഒരു ഫാമിലി ഉണ്ടാക്കാനായിട്ട് പോവാണ്. ലൈഫ് ലോങ് ഞാൻ എന്തായാലും നിന്നെ ലവ് ചെയ്തുകൊണ്ടേ ഇരിക്കും എന്ന് പറയും. അപ്പൊ തന്നെ യുഷിയും, നമ്മൾ ഒന്നായ അന്ന് മുതലേ തന്നെ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. നിനക്കൊരു സിമ്പിൾ ആയിട്ടുള്ള ലൈഫാണ് വേണ്ടത്. അത് നിനക്ക് വേണ്ടി എനിക്ക് തരാനായിട്ട് സാധിക്കും. ഒരു സിമ്പിൾ ആയിട്ടുള്ള ലൈഫ്, എനിക്കും അങ്ങനെയുള്ള ഒരു ലൈഫ് തന്നെയാ വേണ്ടതെന്ന് ഇങ്ങനെ പറയും. ഇതൊക്കെ കേൾക്കും തോറും ജിൻഷിയുടെ ഫേസ് ഒക്കെ ഭയങ്കരമായിട്ട് ഡള്ളാവുന്നുണ്ട്. ഇത് മനസ്സിലാക്കിയ ഞാനും ജിൻഷിയുടെ കയ്യിൽ കയറി പിടിക്കും. ഏയ് എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ഹാപ്പിയാന്ന് പറയും. അതിനിടയിൽ ലില്ലിയും ഈസോയും കൂടി ലൈറ്റായിട്ട് നോക്കി ചിരിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ റിങ്ങും എക്സ്ചേഞ്ച് ചെയ്ത് ഹഗ്ഗൊക്കെ ചെയ്യും. അതിനുശേഷം അവിടെ നിൽക്കുന്ന ഹോസ്റ്റും ലവ് ചെയ്തിട്ടും ഇതുവരെ മാരേജ് ചെയ്യാത്ത പെൺകുട്ടികളൊക്കെ ഇവിടെ വന്ന് നിരന്ന് നിൽക്കാനായിട്ട് പറയും. അപ്പോഴേക്കും ജിൻഷി ഞാനും പുറത്തേക്ക് പോകും. ഇവർക്ക് ഇപ്പൊ മാരേജ് ചെയ്യാനായിട്ടുള്ള വലിയ ഐഡിയ ഒന്നുമില്ല. അങ്ങനെ എല്ലാവരും നിരന്ന് നിൽക്കുമ്പോൾ യുഷി ആ ബൊക്കെ എറിയും. കറക്റ്റ് ആയിട്ട് ലില്ലി അത് ക്യാച്ച് ചെയ്യും. ലില്ലിക്കും ഹാപ്പി, ഈസോയിനും ഹാപ്പി. പക്ഷെ നമ്മുടെ സിസോന്റെ ഫേസ് തന്നെ മാറും. അങ്ങനെ ആ ബൊക്കെയൊക്കെ എടുത്ത് ലില്ലി നേരെ ഇസോയിന്റെ അടുത്ത് വന്നിരിക്കും. വെഡിങ് നമുക്ക് എങ്ങനെ പ്ലാൻ ചെയ്യാം? ബീച്ച് സൈഡിലാണോ ഇഷ്ടം, അല്ലെങ്കിൽ ഇതേപോലുള്ള ഹോളില് നമുക്ക് വെഡിങ് പ്ലാൻ ചെയ്താൽ മതിയോ?
അതുമല്ലാണ്ട് അത് കഴിഞ്ഞിട്ടുള്ള ഹണിമൂൺ ട്രിപ്പ് ഒക്കെ അടിപൊളിയായിരിക്കും എന്നറിയും. ഇത് കേൾക്കുമ്പോ തന്നെ ഈസോയിന്റെ ഫേസ് ഒക്കെ മാറും. ഇപ്പോഴത്തേക്ക് എനിക്ക് ആ പ്ലാൻ ഒന്നും ഇല്ലാന്ന് പറയും. ലില്ലിക്കും വല്ലാത്ത സങ്കടമാകും. പ്ലീസ് ലില്ലി, എന്റെ സിറ്റുവേഷൻ നീ മനസ്സിലാക്ക്. ഓൾറെഡി എന്റെ ഒരു മാരേജ് കഴിഞ്ഞതാണ്. ഇനി പെട്ടെന്ന് വീണ്ടും ഒരു മാരേജ് എനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല. എന്തായാലും നീ വിഷമിക്കണ്ട. നീ എന്റെ കൂടെ ലൈഫ് ലോങ് ഉണ്ടാകും. ലൈഫ് ലോങ് നിന്നെ ഹാപ്പി ആയിട്ട് എനിക്ക് വെക്കാനും കഴിയും. പ്ലീസ് എന്റെ സിറ്റുവേഷൻ നീ ഒന്ന് മനസ്സിലാക്കുന്ന പറയും. ലില്ലിക്കാണെങ്കിലും ഭയങ്കരമായിട്ട് ദേഷ്യം കയറി. വേറെ എന്താണ് നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പോകുന്നത്? ഞാൻ ആഗ്രഹിക്കുന്ന മാരേജ് പോലും വേണ്ടാന്ന് പറയുന്നു. അപ്പൊ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എങ്ങനെ വിശ്വസിക്കും എന്ന് ചോദിക്കും. ഈസോയാണെങ്കിൽ ഒന്നും മിണ്ടാണ്ട് നിൽക്കും. മതി, ഞാനിങ്ങനെ സംസാരിച്ച് നിങ്ങളെ കഷ്ടപ്പെടുത്തുന്നതില് അർത്ഥമൊന്നുമില്ലാന്നും പറഞ്ഞ് ആ ബൊക്കെയൊക്കെ അവിടെ തന്നെ എറിഞ്ഞിട്ട് അവളുടെ കോട്ടൊക്കെ എടുത്ത് ലില്ലി അങ്ങനെ പുറത്തേക്ക് പോകും. ലില്ലി ഇങ്ങനെ പോകുന്നതെല്ലാം ജിസോയും കാണുന്നുണ്ട്. അവനും വല്ലാണ്ട് അപ്സെറ്റ് ആയിട്ട് നിൽക്കും. അതേ ടൈം ഞാനും ജിൻഷിയും കൂടി പുറത്തിങ്ങനെ നടന്നു പോവാണ്. നീ എന്തുകൊണ്ടാണ് ബൊക്കേക്ക് വേണ്ടി അവിടെ ചെന്ന് നിൽക്കാൻ എന്നിങ്ങനെ ചോദിക്കും. ബ്രൈഡിന്റെ ബൊക്കെ റെപ്രസെന്റേറ്റ് ചെയ്യുന്നത് ബ്യൂട്ടിയും ലവുമാണ്. ഇത് രണ്ടും എന്റെ അടുത്തുള്ളപ്പോ ഞാൻ എന്തിനാ ചെന്ന് മത്സരിക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. എന്തായാലും കറക്റ്റാന്നറിയും. അല്ല, എനിക്കൊരു സംശയം, ഞാനിപ്പോഴും സങ്കടത്തിലാണെന്നാണോ താ വിചാരിച്ചിരിക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. അങ്ങനെയല്ല, നിന്റെ ഫീലിങ്സ് ഇനി നിനക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിച്ചില്ലെങ്കിലോ എന്നോർത്ത് പോയതാന്നറിയും. റോങ് ആയിട്ടുള്ള ആളിൽ നിന്ന് വിട്ടുപിരിഞ്ഞാലേ മിസ്റ്റർ പെർഫെക്റ്റിന് കിട്ടുള്ളൂ എന്നറിയും. അപ്പൊ നീ പറഞ്ഞു വരുന്നത് ഞാനാണ് നിന്റെ ലൈഫിലെ മിസ്റ്റർ പെർഫെക്റ്റ് എന്നാണോ നിന്നെ ചോദിക്കും. നിനക്ക് എന്താണ് തോന്നുന്നതെന്ന് ജിൻഷി തിരിച്ചും ചോദിക്കും. അത് ഞാൻ എങ്ങനെ പറയും? നീ എന്റെ അടുത്തേക്ക് വരുമ്പോ എന്റെ ഹാർട്ടൊക്കെ ഭയങ്കരമായിട്ട് തുടിക്കാനായിട്ട് തുടങ്ങും. ഈ ഒരു ഇടിപ്പ് എനിക്ക് ലൈഫ് ലോങ് വേണമെന്നാണ് ആഗ്രഹം എന്ന് പറയും. എന്താണ് ഞാൻ നീ പറഞ്ഞു വരുന്നത്? ഇനി എന്നെ പ്രപ്പോസ് ചെയ്യുവാണോ നിന്നെ ചോദിക്കും. ഏയ്, അവരുടെ മാരേജ് ഡേറ്റ് എന്റെ പ്രപ്പോസ് ഡേ ആക്കാനായിട്ട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല എന്നറിയും. ഓ, അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ നീ എപ്പോഴാ എന്നെ പ്രപ്പോസ് ചെയ്യുക എന്ന് ഇങ്ങനെ ചോദിക്കും. നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ പ്രപ്പോസ് ചെയ്തേക്കാന്നും പറഞ്ഞ് ഞാൻ ജിൻഷിയുടെ കൈ പിടിച്ച് വില്ലിയൊന്നും പറഞ്ഞ് മുട്ടുകുത്തും. കൂടെ നമ്മുടെ ജിൻഷിയും ഇരിക്കും. അല്ല, വേറൊന്നല്ല, നമുക്കൊരുമിച്ച് കാറിൽ പോയാലോ എന്ന് ചോദിക്കാനായിട്ട് വന്നതാന്നറിയും. ഓ, അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ടാക്സി പിടിച്ച് പോയിക്കോളാന്നും പറഞ്ഞ് ജംഗ്ഷൻ നടക്കും. അയ്യോ, നീ പോവല്ലേ, ഞാൻ ചുമ്മാ നിന്നെ ടീസ് ചെയ്തതാണ്. വേണമെങ്കിൽ നമുക്ക് ബൈക്കിന് പോവാന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി പോകും. അതേ ടൈം നാൻസിയും വെഡിങ് ഇവന്റ്സ് ഒക്കെ ലൈവായിട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ടൈമിന് ലിങ്ങിന്റെ അടുത്ത് നിന്നും കോള് വരും. നിനക്ക് ഇഷ്ടമുള്ള ഒരു സിംഗർ ഉണ്ടല്ലോ, അയാളുടെ പാട്ട് ലൈവായിട്ട് കേൾക്കണോ? കേൾക്കണമെങ്കിൽ നേരെ എന്റെ ബാറിലേക്ക് പോരെന്ന് പറയും. അപ്പൊ തന്നെ ഞാൻ അടിച്ചു പിടിച്ച് നേരെ ബാറിലേക്ക് വെച്ച് പിടിക്കും. ആ സിംഗർ ആണെങ്കിലും അവിടെ ഇരുന്ന് പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇത് സത്യമാണെന്ന് നിന്നെ ചോദിക്കും. സത്യവാടി, ഈ സിംഗറിന്റെ പാട്ടൊക്കെ നിനക്ക് ഇഷ്ടമല്ലേ? അതുകൊണ്ടാണ് പുള്ളിയെ ഞാൻ ഇങ്ങോട്ടേക്ക് പാട്ട് പാടാനായിട്ട് വിളിച്ചെന്ന് പറയും. ഓ, നീ എന്ത് സ്വീറ്റാണ്. അല്ല, ഇങ്ങനെ കാണാനായിട്ട് എന്ത് ഭംഗിയാണ്. ടിവിയിൽ കാണുന്നതിനേലും നല്ലത് ഇയാൾ നേരിട്ട് കാണാനാണെന്നും പറഞ്ഞിട്ട് ഭയങ്കര രസിച്ച് പാട്ടൊക്കെ കേൾക്കും. ഇത് കേൾക്കുമ്പോൾ ഇങ്ങനെ ഇഷ്ടപ്പെടില്ല. നീ എന്താ ഈ പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കും. മിണ്ടല്ലേ, ഞാനൊന്ന് പാട്ട് കേൾക്കട്ടെ എന്ന് പറഞ്ഞ് വീണ്ടും ആ പാട്ടിൽ ലയിക്കും. ഇവനൊന്ന് അനങ്ങിയാ പോലും മിണ്ടല്ലേ എന്ന് പറഞ്ഞ് ഇവനൊന്ന് ഒതുക്കി നിർത്തും. അവസാനം പാട്ടൊക്കെ കഴിയുമ്പോ ഞാൻ എന്തായാലും പുള്ളിയുടെ കൂടെ പോയി ഒരു സെൽഫി എടുക്കാൻ പോവാന്നും പറഞ്ഞിട്ട് നേരെ അയാളുടെ കൂടെ ചെന്ന് നിൽക്കും. അപ്പോൾ ഇങ്ങനെ കാണുമ്പോ നീ തന്നെ എനിക്ക് 2 ഫോട്ടോ എടുത്തതാണെന്നറിയും. അങ്ങനെ നാൻസിയും അയാളുടെ കൂടെ ഇരുന്ന് പോസൊക്കെ കൊടുക്കും. ഇവൻ 2 ഫോട്ടോസ് ക്ലിക്ക് ചെയ്തിട്ട് അവസാനം ഇവന്റെ കൂടെയുള്ള ഒരു സെൽഫിയും കൂടി എടുത്തിട്ട് അയാൾ അവിടെ നിന്ന് പറഞ്ഞേക്കും. നാൻസി ഫോണിൽ എടുത്ത് നോക്കുമ്പോ ആകെ ഒരേ ഒരു ഫോട്ടോ മാത്രമേ അതിലുള്ളൂ. എന്താടാ, നീ ഒരു ഫോട്ടോ മാത്രമേ എടുത്തുള്ളൂ എന്ന് ചോദിക്കും. ആന്ന് പറയും. എന്ത് പണിയാടാ കാണിച്ചത്? ഞാൻ ഈ ഫോട്ടോ ഇങ്ങനെ പോസ്റ്റ് ചെയ്യും. എന്റെ ഫേവറേറ്റ് ഐഡലിന്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കണമെന്ന് എനിക്കും ആഗ്രഹം ഉണ്ടാവില്ലേ? ഇതിലാണെങ്കിലും നീ വെറുതെ വലിഞ്ഞു കയറി വന്ന് നിൽക്കുവാണ്. ഒരാവശ്യമില്ലായിരുന്നു എന്നറിയും. അതെന്താണ്, നിങ്ങളുടെ കൂടെ ഞാൻ വന്ന ഈ ഫോട്ടോ പോസ്റ്റ് ചെയ്താല് നിനക്ക് എന്താ പ്രോബ്ലം? അല്ല, നിനക്ക് എന്താണ്, അവനാണോ കൂടുതൽ ഇഷ്ടം എന്ന് ചോദിക്കും. അതെന്റെ ഫേവറേറ്റ് ഐഡലാണ്. പുള്ളിക്കാരന് ഒരുപാട് കഴിവൊക്കെ ഉണ്ടെന്നറിയും. ഓ, അങ്ങനെയാണോ? നിനക്കപ്പോ എങ്ങനെയുള്ള കഴിവുള്ള ആളുകളെയാണ് ഇഷ്ടം? അല്ല, നീ എന്താണ് ഞാനന്ന് പ്രപ്പോസ് ചെയ്തപ്പോ ബ്രദർ സിസ്റ്ററുമായിട്ട് ഇരിക്കാന്നും പറഞ്ഞു പോയെന്ന് ചോദിക്കും. ഇവളാണെങ്കിലും അതിൽ നിന്ന് സ്കിപ്പ് അടിക്കാനായിട്ട് നിനക്ക് വേറെ പണിയൊന്നുമില്ലേ എന്ന് ചോദിക്കും. ഇവനാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് എനിക്ക് ചാൻസ് ഉണ്ടോ ഇല്ലയോ അത് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കും. ഇല്ല, അതിന് ഇനി ഒരു ചാൻസും ഇല്ലാന്ന് പറഞ്ഞ് നാൻസി ഭയങ്കര ദേഷ്യത്തിൽ പുറത്തേക്ക് പോകും. അതേ ടൈമിൽ ലില്ലി ആണെങ്കിലും കുടിച്ചു വല്ലാണ്ട് വരികയാണ്. ആ ടൈമിന് ഈസോയി വന്ന് അവളെ സ്റ്റോപ്പ് ചെയ്യും. സോറി, നീ എന്നോട് ക്ഷമിക്ക്. ഞാൻ ഈ കാര്യം നിന്റെ അടുത്ത് ആദ്യം തന്നെ പറയേണ്ടതായിരുന്നു. അത് എന്റെ ഭാഗത്തു നിന്നും വന്ന മിസ്റ്റേക്കാണ്. നിനക്കിപ്പോ ഒരുപാട് ഹേർട്ട് ആയിട്ടുണ്ടാവുമെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് പറയും. എന്ത്, ഞാൻ ഹേർട്ട് ആവുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടെന്നോ? അത് സത്യമാണോ എന്ന് ചോദിക്കും. ലിലി, നീ ആദ്യം എന്നെ ഒന്ന് മനസ്സിലാക്കണം. നീ ആഗ്രഹിക്കുന്നത് ചിലപ്പോ എനിക്ക് തരാനായിട്ട് സാധിക്കില്ല. എനിക്ക് നിനക്കൊരു ഫാമിലി തരാൻ സാധിക്കില്ല. പക്ഷെ ഈ റിങ് എന്റെ ലവിന്റെ അടയാളമാണ്.
പ്ലീസ് നീ എന്നെ അക്സെപ്റ്റ് ചെയ്യണം, നീ എന്നെ വിട്ടു പോകരുതെന്ന് പറയും. ലില്ലിയാണെങ്കിലോ അപ്പൊ തന്നെ ഈസോയു ലെറ്റ്സ് ബ്രേക്കപ്പ് എന്നും പറഞ്ഞ് മുന്നോട്ട് നടന്നു പോകും. ഇത് കേൾക്കുമ്പോ ഈസോയിന് ദേഷ്യം കയറും. റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോ നീ ഈ മാരേജിന്റെ കാര്യമൊന്നും എന്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ എന്ന് ഇങ്ങനെ ചോദിക്കും. ലില്ലിയാണെങ്കിലും ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ തന്നെ വീടിന്റെ അകത്തേക്ക് പോകും. അങ്ങനെ നെക്സ്റ്റ് ഡേ യുവാനെ കാണിക്കാണ്. അവളുടെ കൂടെ എപ്പോഴും ഒരു ഡയറക്ടർ ഉണ്ടാവുമല്ലോ, അയാൾ വന്നിട്ട് ഇനി ഞാനെന്റെ അടുത്ത് നമ്മൾ മുമ്പ് പയറ്റിയ പോലുള്ള ഐഡിയാസ് ഒന്നും ചെയ്തിട്ട് കാര്യമില്ല, അവന്റെ അടുത്ത് ഇനി ഫലിക്കില്ല, ഇനി ഏതെങ്കിലും പുതിയ ഐഡിയ ക്രിയേറ്റ് ചെയ്യണമെന്നും പറഞ്ഞ് ഞാനിന്നെ സ്പൈ ചെയ്യാനായിട്ട് ആളെ നിർത്തും. അതേ ടൈം ഞാനിനെ കാണാനായിട്ട് അൺഹൈല ഒരു ഡയറക്ടർ വരും. ഇവര് ചെയ്യുന്ന സെയിം പ്രൊജക്ട് തന്നെയാണല്ലോ ജിങ്ഷിയും ഇപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അൺഹയും ജിങ്ഷനും എതിരികളെ പോലെയാണ്. ഫ്യൂച്ചർ വൈഫ് നടത്തുന്ന കമ്പനി സെയിം പ്രൊജക്ട് ചെയ്ത് അവസാനം അൺഹായ് നിങ്ങളുടേതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാല് അവൾക്കത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കൂ. അതിനേലും നല്ലത് അൺഹായും ജിങ്ഷനും മെർജ് ചെയ്യുന്നതല്ലേ എന്ന് ചോദിക്കും. ഇത് കേൾക്കുമ്പോ ഞാനും ഏകദേശം ഇഷ്ടപ്പെടും. ഓക്കെ നമുക്ക് മെർജ് ചെയ്യാന്ന് പറയും. എന്നാലും ഫുള്ളായിട്ടില്ല, പകുതിയായിട്ട് മാത്രം മെർജ് ചെയ്യാന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഓക്കെ, നെക്സ്റ്റ് ടൈം ഞാൻ വരുമ്പോ മെർജ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാന്നും പറഞ്ഞ് പുള്ളിക്കാരൻ അവിടെ നിന്ന് പോകും. അതേ ടൈം ജിസോ നേരെ ജിങ്ഷനെ കാണാനായിട്ട് ചെല്ലും. അൺഹായും ജിങ്ഷനും സെയിം പ്രൊജക്ട് ആണല്ലോ ചെയ്യുന്നത്, പക്ഷേ അതിപ്പോ അൺഹായ്ക്ക് അപ്രൂവ് ആയി എന്ന് പറയും. എന്നാലും നമ്മളല്ലേ ആദ്യം ഈ ഒരു പ്രൊജക്ട് വെരിഫൈ ചെയ്തത്, പിന്നെ എങ്ങനെ അവർക്ക് അത് കിട്ടിയെന്നിനെ ചോദിക്കും. നമ്മളിപ്പോ ആദ്യം വെരിഫൈ ചെയ്താലും അവസാന ഘട്ടത്തില് അവര് വന്ന് സബ്മിറ്റ് ചെയ്തു. ചിലപ്പോ അവര് ഫേമസ് ആയത് കൊണ്ടായിരിക്കും, എന്നാലും അത്രയും വലിയ കമ്പനി നമ്മളെ കോമ്പറ്റീറ്റർ ആയിട്ട് കണ്ടില്ലേ, അത് തന്നെ വലിയ കാര്യമാണെന്നൊക്കെ പറഞ്ഞ് ജിങ്ഷിയും ഇരിക്കും. അങ്ങനെ നെക്സ്റ്റ് സീനില് മിസ്റ്റർ ചെന്നാണെങ്കിലോ ജിങ്ഷിനെ കാണാനായിട്ട് ചെല്ലും. ജിങ്ഷിയുടെ കമ്പനിയിൽ പുള്ളിക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെന്ന് പറയും. ഇവിടെയുള്ള പാതി കാര്യങ്ങളും തീരുമാനിക്കുന്നത് ഞാനാണല്ലോ, അതുകൊണ്ട് തന്നെ നിങ്ങൾ നേരെ യാനന്റെ അടുത്തേക്ക് ചെന്ന് ഈ കാര്യം സംസാരിക്കുന്ന പറയും. ഞാൻ ഉള്ളത് കൊണ്ടോ ഇല്ലാത്തത് കൊണ്ടോ അല്ല ഞാൻ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് താല്പര്യം കാണിച്ചത്. ബട്ട് നീ യാനിന്റെ കൂടെ നിന്റെ കരിയറും ലൈഫും മിക്സ് ചെയ്യാനായിട്ട് പാടില്ല. പിന്നെ എന്റെ കോമ്പറ്റീഷനും ഇൻവെസ്റ്റ്മെന്റും വേറെ വേറെയാണ്. ഒരു ബിസിനസ് വുമൺ ലവിന് വേണ്ടിയിട്ട് മൊത്തവും നശിപ്പിച്ചിട്ടുണ്ട്. അത് ഞാൻ എന്റെ കണ്ണിലൂടെ കണ്ടതാണ്. എന്തായാലും ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് നിനക്ക് മനസ്സിലായോ എന്ന് എന്നെ ചോദിക്കും. മനസ്സിലായി, എന്തൊക്കെ വന്നാലും മറ്റുള്ള ഇൻവെസ്റ്റേഴ്സിന്റെ അടുത്തും കൂടി സംസാരിച്ചിട്ട് വേണം തീരുമാനിക്കാനെന്ന് ഇങ്ങനെ പറയും. ഞാനിപ്പോ പറയാൻ പോകുന്ന കാര്യം നീ മനസ്സിലാക്കണം. മറ്റുള്ള ഇൻവെസ്റ്റേഴ്സിനേലും കുറവ് ഷെയർസ് മാത്രമാണ് ഞാനെന്റെ കയ്യിലുള്ളത്. അതുകൊണ്ട് മാത്രമാണ് നീ ഈ ഷിങ്ചന്റെ ബോസ് ആയിട്ട് ഇരിക്കുന്നത്. വൺസ് ഞാനെന്റെയും മറ്റുള്ളവരുടെയും ഈക്വൽ ആയിട്ട് വന്നു കഴിഞ്ഞാല് ഈ ഷിങ്ചൻ ഞാനെന്റെ കയ്യിലാവും പറയും. അപ്പൊ തന്നെ ജിങ്ഷിയും ഐ തിങ്ക് ഞാൻ ഹോണസ്റ്റ് ആയിട്ട് പറയുവാണെങ്കിൽ ഞങ്ങളുടെ ഈ പുതിയ പ്രോജക്റ്റിന് ഒരു തേർഡ് പാർട്ടി ആയിരിക്കും ബെസ്റ്റ് എന്ന് പറയും. ഇപ്പൊ സീസോ ലില്ലി ഭയങ്കര സങ്കടത്തിലിരിക്കുന്ന കണ്ടിട്ട് നേരെ ലില്ലിയുടെ അടുത്തേക്ക് വരും. ഇപ്പൊ ഒരു കോമഡി മൂവി റിലീസ് ആയിട്ടുണ്ട്, നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും കൂടി മൂവിക്ക് പോവാന്ന് പറയും. ഓക്കെ ഞാൻ വരാം, എന്തായാലും ഇതെന്റെ ട്രീറ്റ് ആയിട്ട് വെച്ചോന്നും പറഞ്ഞ് ലില്ലി അതിന് സമ്മതിക്കും. അതേ ടൈം ചാനാണെങ്കിലും നേരെ സിഡ്നീനെ കാണാനായിട്ട് ചെല്ലും. നിനക്ക് വേണ്ടി പുതിയ ഓഫീസൊക്കെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്, താല്പര്യമില്ലെങ്കിൽ പറ നമുക്ക് വേറെ നോക്കാന്ന് പറയും. അതെന്താണ്, മൊത്തമായിട്ട് ഞാൻ ഇവിടെ നിന്ന് മാറണോ? ഞാൻ എന്റെ റിവെഞ്ച് പോലും എടുത്തില്ലല്ലോ എന്ന് ഞാൻ ചോദിക്കും. റിവെഞ്ച് ഒക്കെ നീ എന്റെ കയ്യിലേക്ക് വിട്ടേക്ക്, അതൊക്കെ ഞാൻ ചെയ്തോളാം. ഞാനിപ്പോഴാണ് ഷിങ്ചനിലേക്ക് പോയി വന്നേന്ന് പറയും. അല്ല നീ എന്തിനാണിപ്പോ അങ്ങോട്ടേക്ക് പോയെന്ന് ഞാൻ ചോദിക്കും. എന്റെ ഓഫറിനെ കുറിച്ച് പറയാനായിട്ട് പോയതാന്ന് പറയും. നീ എന്തൊക്കെ ചെയ്താലും ജംഗ്ഷൻ നിന്റെ ഓഫർ സ്വീകരിക്കില്ല എന്ന് പറയും. അങ്ങനെ നീ എന്നെ എഴുതി തള്ളണ്ട, ചിലപ്പോ എനിക്കൊരു ചാൻസ് കിട്ടിയാലോ എന്ന് ഇങ്ങനെ ചോദിക്കും. അതേ ടൈം ലില്ലിയും സിസോയും കൂടി മൂവി കാണാനായിട്ട് വന്നേക്കുവാണ്. അതിനിടയ്ക്ക് ലില്ലിക്ക് ഒരു കോള് വരും. ആ കോള് അറ്റൻഡ് ചെയ്തതിന് ശേഷം എനിക്കിപ്പോ മൂവി കാണാനായിട്ട് സാധിക്കില്ല, എനിക്ക് അർജന്റ് വർക്ക് ഉണ്ടെന്നും പറഞ്ഞ് പയ്യെ നടക്കും. അപ്പൊ തന്നെ സിസോ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇതിന്റെ കാരണം ഈസോയോ ആണോ എന്ന് ഇങ്ങനെ ചോദിക്കും. ലില്ലിയോ ഒന്നും പറയുന്നില്ല, അങ്ങനെ തന്നെ അവിടെ നിന്ന് പോകും. അതേ ടൈം ഈസോയോ ആണെങ്കിൽ കുടിച്ചു ബോധമില്ലാണ്ട് ഒരു ബാറിൽ കിടക്കുവാണ്. അങ്ങനെ ലില്ലിയും അങ്ങോട്ടേക്ക് എത്തും. എമർജൻസി കോണ്ടാക്റ്റില് നിങ്ങളുടെ നമ്പറൊക്കെ ഇടുന്നത്, അതുകൊണ്ടാണ് നിങ്ങളെ വിളിച്ചെന്ന് പറയും. ഇറ്റ്സ് ഓക്കെ എന്നും പറഞ്ഞ് ലില്ലി നേരെ ഈസോയിനെ വിളിച്ച് എഴുന്നേൽപ്പിക്കും. എന്താ ഈസോയി കിടക്കുന്നത്, വാ നമുക്ക് വീട്ടിലേക്ക് പോവാന്ന് പറയും. പുള്ളിക്കാരനും പയ്യെ കഴിഞ്ഞിട്ട് നീ എന്നെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്, നിന്റെ വീട്ടിലേക്കാണോ എന്റെ വീട്ടിലേക്കാണോ എന്ന് ഇങ്ങനെ ചോദിക്കും. ജോയു ഞാൻ ചോദിച്ചത് നിനക്ക് എനിക്കായിട്ട് തരാനായിട്ട് സാധിക്കില്ല, അതുകൊണ്ട് തന്നെ നമ്മുടെ ഇടയിലുള്ളതെല്ലാം തീർന്നു എന്നും പറഞ്ഞ് എഴുന്നേക്കും. അപ്പൊ തന്നെ ഈ സ്റ്റോപ്പ് ചെയ്തിട്ട് എന്തുകൊണ്ടാണ് നീ എന്നെ കാണാനായിട്ട് ഇങ്ങോട്ടേക്ക് ഓടി വന്നത്? ലില്ലി ഞാൻ പറയുന്നത് കേൾക്ക്, നമുക്ക് വീണ്ടും ഒന്നിക്കാന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഓക്കെ എന്ന് പറയും.
സത്യമാണോ നീ പറഞ്ഞു നിന്നെ ചോദിക്കും. ആ സത്യമാണ്, നമുക്കേ നാളെ തന്നെ മാരേജ് ചെയ്യാന്ന് പറയും. ഇതിൽ ഈസോയിന് വലിയ താല്പര്യമൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഫേസ് ഒക്കെ മാറും. എന്നാ ശരി, ഞാനേ ഡ്രൈവറിനെ വിളിച്ചിട്ടുണ്ട്, ഡ്രൈവർ വരുമ്പോ കൂടെ പോയിക്കോന്നും പറഞ്ഞ് ലില്ലി അവിടെ നിന്ന് പോകും. അങ്ങനെ നൈറ്റ് ആകുമ്പോ ഓഫീസിൽ കാണിക്കാണ് പുതിയതായിട്ട് വന്ന പെൺകുട്ടി ഉണ്ടല്ലോ നീന, അവള് വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോ കമ്പ്യൂട്ടറിന് എന്തോ പറ്റും. അങ്ങനെ തന്നെ ഈസോയിനെ വിളിപ്പിക്കും. ഞാനേ ഓവർ ടൈം വർക്ക് ചെയ്തോണ്ടിരിക്കുവായിരുന്നു, പെട്ടെന്ന് എന്ത് പറ്റിയെന്നറിയില്ല, സ്ക്രീൻ അങ്ങോട്ട് ലോക്കായി, ഇപ്പോ അതിലുള്ള ഫയൽസ് ഒന്നും കാണുന്നില്ല എന്ന് പറയും. എന്തായാലും ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ എന്നും പറഞ്ഞ് ഈസോയിൽ ചെന്നിരുന്ന് ട്രൈ ചെയ്യാനായിട്ട് തുടങ്ങും. സോറി, നിങ്ങളെ ഈ ലേറ്റ് നൈറ്റ് ഇങ്ങോട്ടേക്ക് വിളിപ്പിക്കേണ്ടി വന്നു, എന്നോട് ക്ഷമിക്കെന്ന് പറയും. അതിനൊരു കുഴപ്പമില്ലാന്നും പറഞ്ഞ് സിസ്റ്റമൊക്കെ ശരിയാക്കി കൊടുത്ത് ഇവളുടെ അടുത്ത് ബായൊക്കെ പറഞ്ഞ് നടക്കും. അപ്പൊ തന്നെ നിന്നെയാണെങ്കിലോ ഇവനാ സ്റ്റോപ്പ് ചെയ്തിട്ട് അങ്ങോട്ട് പ്രപ്പോസ് ചെയ്യും. ഇവൻ എന്തോ മറുപടി പറയാൻ വരുമ്പോ തന്നെ ഇവള് വീണ്ടും സ്റ്റോപ്പ് ചെയ്ത്, എനിക്കറിയാം നിങ്ങളുടെ മനസ്സിലിപ്പോ ലില്ലിയ ഉള്ളതെന്ന്, എന്നാലും എന്റെ ഉള്ളിലുള്ള ഫീലിങ്സും കൂടി നിങ്ങൾ അറിയണ്ടേ, അതുകൊണ്ടാണ് ഞാനിപ്പോ പ്രപ്പോസ് ചെയ്തത്. ഞാൻ ഈ ഒരു ഓഫീസില് വന്ന ആ ഒരു നാൾ തൊട്ട് തന്നെ നിങ്ങൾ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് ഒരു വല്ലാത്ത ഫീലിങ്സ് തോന്നിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ എന്തായാലും വെയിറ്റ് ചെയ്തോളാന്ന് പറയും. നീന, നീ നല്ല കുട്ടിയാണ്, നിന്നെ ഞാൻ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല, നമുക്ക് നല്ല ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കാന്ന് പറയും. ആ കുഴപ്പമില്ല, ഞാൻ വെയിറ്റ് ചെയ്തോളാന്ന് പറയും. നീന, നീ എന്തിനാണ് വെറുതെ എനിക്ക് വേണ്ടി ടൈം വേസ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കും. ആക്ച്വലി സിസോ ലില്ലിനെ പ്രപ്പോസ് ചെയ്തപ്പോഴും ലില്ലിയും ഈ സെയിം ഡയലോഗ് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതിപ്പോ സിസോ ഓർത്തെടുക്കും. അങ്ങനെ ഇത് കേട്ട് നിനയും ഇറ്റ്സ് ഓക്കെ, നമ്മൾ സ്നേഹിക്കുന്നവരെല്ലാവരും തിരിച്ച് നമ്മളെ സ്നേഹിക്കണം എന്നൊന്നും ഇല്ലല്ലോ, എന്തായാലും നിങ്ങൾ ഇത് മനസ്സിൽ വെച്ചോണ്ടിരിക്കണ്ട, നമുക്ക് നല്ല ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കാന്ന് പറയും. ആ ഓക്കെ, നമുക്ക് നല്ല ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കാം, ഇനി അധികം നേരം ഇവിടെ നിൽക്കണ്ട, എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോയി റെസ്റ്റ് എടുക്കാന്ന് പറഞ്ഞ് സിസോ അവിടെ നിന്ന് പോകും. നിനക്കും വല്ലാത്തൊരു സങ്കടമൊക്കെ ഉണ്ട്, എന്നാലും എന്തു ചെയ്യാനാണ്, അക്സെപ്റ്റ് ചെയ്തല്ലേ പറ്റുള്ളൂ. എന്തായാലും ഇതോട് കൂടി തന്നെ ഇന്നത്തെ എപ്പിസോഡും കൂടി ഇവിടെ അവസാനിക്കുകയാണ്. നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മുടെ ഈ ചാനൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെൽ ഐക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. കൂടെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്കും വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിലൂടെയും അറിയിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.